വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് ഫോർ യു ബൈ സ്നേഹ. ഇന്ന് ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലത്തെ 10th എപ്പിസോഡാണ് ചെയ്യുന്നത്. ഓൾറെഡി 9 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതൊന്നും മറന്നു പോവാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചോളാം. കാരണം നമ്മൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു ദിവസം പഠിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഓരോ വീഡിയോയിലും ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളാം. നമുക്ക് പറ്റുന്ന രീതിയിൽ നോട്ട് എഴുതി എല്ലാ ദിവസവും ഒരു 2 മിനിറ്റ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും എല്ലാതും. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഓരോ എപ്പിസോഡും ഓരോ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ എപ്പിസോഡും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാതും കറക്റ്റായിട്ട് ഫോളോ ചെയ്താലാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രോഗ്രസ് നമുക്ക് ഇംഗ്ലീഷിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സിലത്തെ 10th എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യം എങ്ങനെ ഒരു സെന്റൻസിൽ പറയാം എന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഇപ്പൊ കഴിഞ്ഞു പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ടെൻസ്, പാസ്റ്റിൽ നടന്നൊരു കാര്യം. പാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂതകാലത്തിൽ നടന്നൊരു കാര്യം എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ സെന്റൻസ് ആക്കാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാജുവിനെ ഇന്നലെ സന്ദർശിച്ചു എന്ന് പറയണം. നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാം? അപ്പൊ ഈ ഒരു സെന്റൻസിൽ നോക്കാം, അതിലത്തെ വേർബ് എന്താന്ന് ആദ്യം തന്നെ നോക്കാം. വേർബ് എന്ന് വെച്ചാൽ പ്രവൃത്തി. അപ്പൊ ഞാൻ ഇന്നലെ രാജുവിനെ സന്ദർശിച്ചു എന്നുള്ള സെന്റൻസിൽ ഇതിലത്തെ വേർബ് എന്താണ്? സന്ദർശിച്ചു എന്നുള്ളതാണ്. അത് നമുക്കറിയാം. അപ്പൊ സന്ദർശിച്ചു ഇംഗ്ലീഷ് എന്താണ്? വിസിറ്റ് എന്നാണ്. അപ്പൊ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വേർബിനും 3 ഫോംസ് ഉണ്ട്. അപ്പൊ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ നമുക്ക് ആകെ ബേസ് ഫോം യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ആവശ്യമുള്ളത് ബേസ് ഫോമും സെക്കൻഡ് ഫോമും, അതായത് പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ വിസിറ്റ് എന്നാണ് നമ്മുടെ വേർബ്. അപ്പൊ ഇതിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ഇതിന്റെ ബേസ് ഫോം എന്ന് പറയുന്നത് വിസിറ്റ് തന്നെയാണ്. സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് വിസിറ്റഡ് എന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഐ വിസിറ്റഡ്, അതായത് നമ്മൾ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് ആദ്യം എഴുതാം, ഐ, പിന്നെ വേർബ് വിസിറ്റഡ് രാജു യെസ്റ്റർഡേ. അപ്പൊ മനസ്സിലായില്ലേ? ഐ വിസിറ്റഡ് രാജു യെസ്റ്റർഡേ. ആ സെന്റൻസ് ക്ലിയർ ആ. ഇനി എനിക്ക് പറയണം, അവള് ഇന്നലെ ഭക്ഷണം പാചകം ചെയ്തു എന്ന് പറയണം. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? അപ്പൊ ഇവിടുത്തെ വേർബ് ഏതാന്ന് നോക്കാം. അപ്പൊ പാചകം ചെയ്തതാണ് ഇവിടുത്തെ വേർബ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്താ? കുക്കാണ്. അപ്പൊ കുക്കിന്റെ സെക്കൻഡ് ഫോം എന്താ? കുക്ക്ഡ് ആണ്. കുക്ക്ഡ് വെച്ചത് എന്തുകൊണ്ടാ? മുമ്പ് നടന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് കുക്ക്ഡ് വെച്ചത്. അപ്പൊ നമ്മൾ എങ്ങനെ പറയാ? ഷീ കുക്ക്ഡ് ഫുഡ് യെസ്റ്റർഡേ. അപ്പൊ ഷീ എഴുതി, പിന്നെ നമ്മൾ ചെയ്യുന്ന വേർബ് എഴുതി, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫുഡ് യെസ്റ്റർഡേ എന്ന് ചെയ്തു എന്നുള്ളത് എഴുതി. അപ്പൊ ആ സെന്റൻസ് ക്ലിയർ ആയില്ലേ? ഇനി പറയണം, റാണി ചെസ് കഴിഞ്ഞ ആഴ്ച കളിച്ചു എന്ന് പറയണം. അപ്പൊ ഇവിടുത്തെ വേർബ് എന്താണ്? കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് എങ്ങനെയാ കളിച്ചു എന്നുള്ളത് ഇംഗ്ലീഷ് എന്താണ്? പ്ലേ ആണ്. അപ്പൊ പ്ലേയുടെ സെക്കൻഡ് ഫോം എന്തായിരിക്കും? അപ്പൊ ബേസ് ഫോം പ്ലേ തന്നെയാണ്. സെക്കൻഡ് ഫോം എന്ന് പറയുന്നത്, അതായത് പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പ്ലേഡ് ആണ്. അപ്പോൾ റാണി പ്ലേഡ് ചെസ് ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ച റാണി ചെസ് കളിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് നോക്കിയാൽ ആ സെന്റൻസിനൊക്കെയാണ് നമ്മൾ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അല്ലെങ്കിൽ നടന്നു എന്ന് പറയുന്ന സെന്റൻസുകളെയാണ് നമ്മൾ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുക. അപ്പൊ എക്സാമ്പിൾസ് വെച്ച് നോക്കി കഴിഞ്ഞാൽ വിസിറ്റഡ്, പ്ലേഡ്, കുക്ക്ഡ്, ഇതൊക്കെ ആ ഒരു പ്രവൃത്തി അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുക. അപ്പൊ നമുക്ക് തോന്നും, നമ്മൾ മുമ്പ് ചെയ്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വേർബിന്റെ ഒപ്പം ED ആഡ് ചെയ്താൽ മതി. ഇത് എല്ലാ കേസസിലും അങ്ങനെയല്ല. ചില കേസുകളിലൊക്കെ ED അല്ലാതെ വേറൊരു വേർഡ് ആഡ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ എനിക്ക് പറയണം, ഞാനൊരു കത്ത് എഴുതി എന്ന് പറയണം. നമ്മൾ എങ്ങനെയാ അത് പറയാ? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേർബ് നോക്കാം. അപ്പൊ ഇതിലത്തെ വേർബ് എന്ന് പറയുന്നത് എഴുതി എന്നുള്ളതാണ് വേർബ്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്താ? റൈറ്റ് ആണ്. അപ്പൊ റൈറ്റിന്റെ ബേസ് ഫോം എന്ന് പറയുന്നത് റൈറ്റ് തന്നെയാണ്. ഇനി പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് റോട്ട് ആണ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. റൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് റോട്ട് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാ, ഐ എഴുതി, നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഐ റോട്ട് എ ലെറ്റർ, ഒരു ലെറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഐ റോട്ട് എ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസ് കറക്റ്റ് ആവും. ഇനി എനിക്ക് പറയണം, അവൾ ഇന്നലെ വന്നു എന്ന് പറയണം. അപ്പൊ വന്നു എന്ന് പറയണതിന്റെ ഇംഗ്ലീഷ് എന്താന്ന്? ഇവിടുത്തെ വേർബ് വന്നു എന്നുള്ളതാണ്. അപ്പൊ കമ്മാണ് വേർബ്. അപ്പൊ കമ്മിനെ നമ്മൾ എങ്ങനെ അത് പാസ്റ്റ് ടെൻസ് ആക്കാം? അതായത് സെക്കൻഡ് ഫോം എങ്ങനെയാക്കാം? കം തന്നെയാണ് ബേസ് ഫോം. സെക്കൻഡ് ഫോം എങ്ങനെയാണ്? കേം എന്നാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് പറയാം, ഷീ കേം യെസ്റ്റർഡേ. ഇനി അവൾ ഇന്നലെ പോയി എന്ന് പറയണം. നമ്മൾ എങ്ങനെ അത് പറയാ?
അപ്പോൾ പോയി എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ പോയി എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഗോ ആണ്. അപ്പോൾ ഗോയുടെ സെക്കൻഡ് ഫോം എന്താണ്? വെന്റ് ആണ്. അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ എങ്ങനെ പറയാ? ഷീ വെന്റ് യെസ്റ്റർഡേ. ഇനി ഞാൻ ഇന്നലെ ഒരു സാൻഡ്വിച്ച് കഴിച്ചു എന്ന് പറയണം. നമ്മൾ എങ്ങനെയാ അത് ഇംഗ്ലീഷിൽ പറയാം? അപ്പം ഇവിടെ കഴിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അപ്പം കഴിച്ചു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഈറ്റ് ആണ്. അപ്പം അതിലത്തെ സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് എയ്റ്റ് ആണ്. ബേസ് ഫോം ഈറ്റ്, സെക്കൻഡ് ഫോം എയ്റ്റ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാ? ഐ നമ്മളെ കുറിച്ചാണ് പറയുന്നത്. ഐ എയ്റ്റ് എ സാൻഡ്വിച്ച് യെസ്റ്റർഡേ. ഒരു സാൻഡ്വിച്ച് ആണ് കഴിച്ചത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയണം. സംഗീത യോഗ ചെയ്തു എന്ന് പറയണം. അപ്പോൾ ഇവിടുത്തെ വേർബ് എന്താണ്? ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ഡു ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഫോം അതായത് പാസ്റ്റ് ടെൻസ് എന്താണ്? ഡിഡ് ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ സെന്റൻസ് ആക്കുക. സംഗീത ഡിഡ് യോഗ. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. ഈടി വെച്ച് എൻഡ് ചെയ്യണ വേർബ്സിൻ്റെയും എന്നാൽ ഈടി വെച്ച് അല്ലാണ്ട് വ്യത്യാസമുള്ള കുറച്ച് വേർബ്സിൻ്റെ എക്സാമ്പിൾസ് തരാം. വേറെയും ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർബ്സിൻ്റെ എക്സാമ്പിൾസും ഞാൻ തരാം. അപ്പോൾ ആദ്യം തന്നെ ഈടി വെച്ച് എൻഡ് ചെയ്യണ വേർബ്സിന് നമ്മൾ റെഗുലർ വേർബ്സ് എന്നും കൂടിയും പറയും. അതുപോലെ തന്നെ ഈടി വെച്ച് എൻഡ് ചെയ്യാത്ത വേർബ്സിന് അതായത് പാസ്റ്റ് ടെൻസ് കുറച്ച് വ്യത്യാസമുള്ളതിന് നമ്മൾ ഇറെഗുലർ വേർബ്സ് എന്നും പറയും. ഈഡിയിൽ വരുന്ന എക്സാമ്പിൾസ് അതായത് റെഗുലർ വേർബ്സിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് പ്ലേ, പ്ലേഡ്, കോൾ, കോൾഡ്, ക്ലോസ്, ക്ലോസ്ഡ്, ബിലീവ്, ബിലീവ്ഡ്, ഹെൽപ്പ്, ഹെൽപ്ഡ്. ഇതൊക്കെ ഇഡി അതായത് റെഗുലർ വേർബ്സിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമുക്ക് കുറച്ച് റെഗുലർ വേർബ്സിന്റെ എക്സാമ്പിൾസ് നോക്കിയാലോ? ക്യാച്ച്, കോട്ട്, റൺ, റാൻ, സിങ്, സങ്, ഫ്ലൈ, ഫ്ലൂ, ബ്ലോ, ബ്ലൂ, വിൻ, വൺ, ഡു, ഡിഡ്. അപ്പൊ ഇതിൽ അവസാനത്തെ എക്സാമ്പിൾ കണ്ടു, ഡൂവും ഡിഡും. അപ്പൊ ഇവര് ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? പാസ്റ്റ് ടെൻസ് ഇഡി വെച്ചിട്ടല്ല എൻഡ് ചെയ്യണത്. വേർബ്സിന്റെ ഇഡി അല്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ് ആയതുകൊണ്ടാണ് ഇവർ ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. ഇതിൽ അവസാനം നമ്മൾ പറഞ്ഞ സെന്റൻസ് ഡു ഡിഡ് ആണ്. അത് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറയാനാണ് നമ്മൾ ഡിഡ് യൂസ് ചെയ്തത്. പക്ഷെ ഡിഡ് അങ്ങനെയല്ല. ഡിഡിന് ഒരു സ്പെഷ്യൽ പവർ ഉണ്ട്. നമ്മൾ പാസ്റ്റ് ടെൻസിൽ പറഞ്ഞ കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഡ് യൂസ് ചെയ്യും. എപ്പോഴാണ് ഡിഡ് ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാന്നുള്ള വീഡിയോ ആണ് നാളെ ഞാൻ ചെയ്യാൻ പോണത്. അപ്പൊ എല്ലാവരും അത് കണ്ടു നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.